നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അസൈൻമെന്റ് ആയിട്ടുണ്ടേ. അതിന്റെ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുക. ഞാൻ തന്നെ എഴുതി തരും, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ക്വസ്റ്റ്യൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇൻഡോർ കണ്ടീഷൻ ഈസ് 35 ഡിഗ്രി സെൽഷ്യസ് DVT ആൻഡ് 22.5 ഡിഗ്രി സെൽഷ്യസ് WBT. ഓക്കെ, ഇൻസൈഡ് കണ്ടീഷൻ തന്നിട്ടുണ്ട് റൂമിന്റെ ഉള്ളിലത്തെ. ആൻഡ് ഔട്ട്ഡോർ കണ്ടീഷൻ ഈസ് 10 ഡിഗ്രി സെൽഷ്യസ് DVT ആൻഡ് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓ, ഇതെന്തിന്റെ പ്രോബ്ലം ആയിരിക്കും? 35 ഡിഗ്രി സെൽഷ്യസിലുള്ള ഇതിനാ നമ്മൾ കുറച്ചിട്ട് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വിന്റർ എയർ കണ്ടീഷനിങ് ആയിരിക്കണം സ്വാഭാവികമായിട്ട്. ഓക്കെ, സമ്മർ എയർ കണ്ടീഷനിങ് ആയിരിക്കണമല്ലോ. 35 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു സാധനത്തിനാ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. അപ്പൊ എന്താ തണുപ്പിക്കലാണ്. ഓക്കെ, അല്ല സോറി, 10 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ ഔട്ട്ഡോർ കണ്ടീഷൻ തന്നിട്ടുള്ളത്. ഔട്ട്ഡോർ കണ്ടീഷൻ നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, തണുപ്പ് ഉള്ള സ്ഥലം. അതിനെ നമ്മൾ ഇൻഡോർ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മളെ റൂമിന്റെ ഉള്ളിലേക്കുള്ള കണ്ടീഷൻ 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചൂടാക്കുകയാണ്, തണുപ്പിക്കലല്ല, ചൂടാക്കുകയാണ്. എയർ കംസ് ഔട്ട് ഫ്രം ഹ്യൂമിഡിഫയർ അറ്റ് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഹ്യൂമിഡിഫയർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഹ്യൂമിഡിഫയർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? വിന്റർ എയർ കണ്ടീഷനിങ്ങിലാണ് അല്ലെ. സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും ഓൾറെഡി. കാരണം നമ്മളെ കടലിന്റെ അകത്തുനിന്നും അതിൻ്റെ അകത്തുനിന്നൊക്കെയുള്ള വെള്ളം നീരാവിയായിട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും സമ്മർ സീസണിൽ. ഇത് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി 10 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടീഷൻ. സോ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും, നമ്മൾ ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഹ്യൂമിഡിഫയർ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ടെമ്പറേച്ചർ ടു വിച്ച് എയർ ഈസ് പ്രീ ഹീറ്റഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. എയർ ഈസ് പ്രീ ഹീറ്റഡ് ആൻഡ് ഹ്യൂമിഡിഫയർ എഫിഷ്യൻസി. ഈ രണ്ട് സാധനങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത എയറിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹ്യൂമിഡിഫയറിന്റെ എഫിഷ്യൻസിയും എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്നേ വരെ ചെയ്ത പ്രോബ്ലം ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേങ്കിൽ വിന്റർ എയർ കണ്ടീഷനിങ് എന്താണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് വിന്റർ എയർ കണ്ടീഷനിങ് എന്നുള്ളത് അതിന്റെ ഒരു ചിത്രം ഞാൻ വരച്ചുതരാം. നമ്മൾ ഔട്ട്സൈഡിലുള്ള എയർ വരുന്നു, ഔട്ട്സൈഡ് എയർ വരുന്നു. അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു ഹീറ്റിംഗ് കോയിൽ, അതായത് പ്രീ ഹീറ്റർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. പ്രീ ഹീറ്റർ വെച്ച് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവും? ചൂടാവാൻ തുടങ്ങും ഇല്ലേ? ചൂടാവുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ തന്നെ എന്ത് ആഡ് ചെയ്യും? ഒരു ഹ്യൂമിഡിഫയറിനെ ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഹ്യൂമിഡിറ്റിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. അതായത് വെള്ളത്തിന്റെ തുള്ളികളെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. അതിനെയാണ് ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത്. ഹ്യൂമിഡിഫയറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത്, കാരണം വെള്ളത്തുള്ളികൾ വന്നല്ലോ, അപ്പം കുറച്ചുകൂടെ തണുക്കാൻ സാധ്യതയുണ്ട് അല്ലെ. വെള്ളത്തിന്റെ തുള്ളികളെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് എയറിലേക്ക്. സോ നമ്മൾ അവിടത്തേക്ക് കൊടുക്കുന്നതാണ് അടുത്ത സാധനം. അതിന്റെ പേരാകുന്നത് റീഹീറ്റർ. ഒന്നുകൂടെ ഹീറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും കൂടി കൊടുത്തു. അങ്ങനെയുള്ള എയറിനെയാണ് നമ്മൾ ഇവിടത്തേക്ക് പറഞ്ഞു വിടുക, നമ്മളുടെ റൂമിലേക്ക് പറഞ്ഞു വിടുക. ഇതാണ് വിന്റർ എയർ കണ്ടീഷനിങ് ആണേ. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ, അത് എങ്ങോട്ടേക്കെങ്കിലും പോട്ടോ, അതൊന്നും വിഷയമല്ല. അപ്പം വിന്റർ എയർ കണ്ടീഷനിങ്ങിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? പ്രീ ഹീറ്റർ ഉണ്ട്, ഹ്യൂമിഡിഫയർ ഉണ്ട്, റീഹീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് പറഞ്ഞു വിടുക. പിന്നെ അത് റൂമിൽ നിന്ന് എന്തെങ്കിലും ആവട്ടെ. അതേസമയം ആ സമ്മർ എയർ കണ്ടീഷനിങ്ങിന്റെ കാര്യം കൂടി ഒന്നുകൂടെ പറഞ്ഞുതരാം. സമ്മർ എയർ കണ്ടീഷനിങ്ങിൽ നമുക്ക് വരുന്നത് എന്തായിരുന്നു? ഔട്ട്സൈഡ് എയർ. ഔട്ട്സൈഡ് എയർ എന്ന് വെച്ചാൽ ചൂടുള്ള എയർ ആയിരിക്കും. സോ സ്വാഭാവികമായിട്ട് നമ്മൾ തണുപ്പിക്കേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ വെക്കുക എന്താണ്? കൂളിംഗ് കോയിൽ. കൂളിംഗ് കോയിലിനെയാണ് അവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് വെക്കുക. കൂളിംഗ് കോയിലിന്റെ പ്രത്യേകത വെച്ചാൽ ടെമ്പറേച്ചർ കുറക്കുന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഹ്യൂമിഡിറ്റി ഉള്ള എയറിൽ ടെമ്പറേച്ചർ കുറക്കുന്ന സമയത്ത് കൂളിംഗ് കോയിലിൻ്റെ അകത്ത് ഇവിടെയൊക്കെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഫോം ചെയ്യും അല്ലേ.
എന്നിട്ട് നമുക്ക് എന്ത് കിട്ടിക്കോളും, ഓൾറെഡി അത് ഡീഹ്യൂമിഡിഫിക്കേഷൻ നടന്നോളും. ഈ ഒരു എയറിനെയാണ് നമ്മൾ എവിടത്തേക്ക് പറഞ്ഞുവിടുക, നമ്മളെ റൂമിലേക്ക് പറഞ്ഞുവിടുക. പിന്നെ റൂമിൽ നിന്ന് അത് ഇങ്ങനെ പോട്ട് ചിലപ്പോൾ റീസർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് സമ്മർ എയർ കണ്ടീഷൻ. നമ്മളിപ്പം മുകളിൽ വരച്ചതാണ് വിന്റർ. സോ നമുക്ക് ഇപ്പം എന്താ ആവശ്യമില്ല, സമ്മർ എയർ കണ്ടീഷനിന്റെ ആവശ്യമില്ല. ഞാൻ വെറുതെ ഒന്ന് നമ്മളെ മൈൻഡൊക്കെ ഔട്ടായിട്ടുണ്ടാവും, കുറെ കാലമായിട്ട് ഒന്നും കാണാത്തതുകൊണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്ന് നോക്കിയേ. ഈ സെറ്റപ്പിനെ അല്ലേ ക്വസ്റ്റ്യനിലുള്ളത്, നോക്കിക്കോ. ഇൻഡോർ കണ്ടീഷൻ ഈസ് 35 ഡിഗ്രി സെൽഷ്യസ് DBTയും 22.5 ഡിഗ്രി സെൽഷ്യസ് WBTയും. സോ ഞാൻ ആദ്യം ഇവിടെ എഴുതി കൊടുക്കാം. റൂമിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് DBTയും 20 എത്രയായിരുന്നു, 22.5 ഡിഗ്രി സെൽഷ്യസ് WBT ആണ് റൂമിലത്തെ അവസ്ഥ. ഔട്ട്സൈഡ് കണ്ടീഷനും എനിക്ക് തന്നിട്ടുണ്ട് 10 ഡിഗ്രി സെൽഷ്യസ് DBTയും 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. അപ്പോൾ ഔട്ട്സൈഡ് എയറിന്റെ കണ്ടീഷൻ എനിക്ക് തന്നിട്ടുണ്ട് 10 ഡിഗ്രി സെൽഷ്യസ് DBT ആൻഡ് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ നമുക്ക് അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഗ്രാഫിൽ ഞാനത് മാർക്ക് ചെയ്യാണ്. ഒന്നാമത് ഇൻസൈഡ് കണ്ടീഷൻ മാർക്ക് ചെയ്യുക. ഇൻസൈഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 ഡിഗ്രി സെൽഷ്യസും 35 ഡിഗ്രി സെൽഷ്യസിന്റെ ലൈന് പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, 35 ഡിഗ്രി സെൽഷ്യസ് DBTയും 22.5 ഡിഗ്രി സെൽഷ്യസ് WBT ആണ്. അപ്പൊ 20 ഇവിടെ ഉണ്ട്, 21, 22, 22.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിന്റെ സെന്ററിലാണ്. അവിടെ നിന്ന് ഞാൻ WBT നമ്മൾ വരക്കൽ എപ്പോഴും ഇങ്ങനെയാണ്. സോ അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും നമ്മളുടെ ഏത് കണ്ടീഷൻ, റൂമിന്റെ ഉള്ളിലത്തെ കണ്ടീഷൻ. അത് ഞാൻ അവിടെ മാർക്ക് ചെയ്യാണ്. ഇതാണ് നമ്മളെ ഇൻസൈഡ് കണ്ടീഷൻ. ഓക്കെ, ഞാൻ ബാക്കിയൊക്കെ റബ്ബ് ചെയ്ത് കളയാന്ന്. പോയിന്റ് കിട്ടി. നെക്സ്റ്റ് മറ്റേ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ തന്നിട്ടുള്ളത്, 10 ഡിഗ്രി സെൽഷ്യസ് DBT 10 ഡിഗ്രി സെൽഷ്യസ് DBTന്റെ ലൈന് പോകുന്നത് ഇങ്ങനെയാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നല്ലേ. സോ 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ എന്ന് പറയുന്നത് ഏതാ, അതിൻ്റെ അകത്ത് 90 ഇത് സെക്കൻഡ് ലാസ്റ്റ് ലൈൻ. സോ അത് രണ്ടും കൂടി കൂട്ടുന്ന പോയിന്റ് എനിക്ക് മനസ്സിലായി, ഇവിടെയാണ്. അത് ഞാൻ മാർക്ക് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ ഞാൻ റബ്ബ് ചെയ്ത് കളയാം. ഇതാണ് എൻ്റെ റൂമിലുള്ള അവസ്ഥ. ഉണ്ടാകുന്ന റൂമിലെ അവസ്ഥ 6 നട്ട് കൊടുത്താൽ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത് എങ്ങനെയാണ്? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രീ ഹീറ്റിംഗ് നടത്തുന്നു. അപ്പൊ പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാ, ജസ്റ്റ് ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ, പ്രീ ഹീറ്റിംഗ് എന്നാ പറഞ്ഞിട്ടുള്ളത്. സോ ഹീറ്റിംഗ് നടക്കുന്നത് ഇങ്ങനെയായിരിക്കും എപ്പോഴും. ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യുന്നില്ല, മൈനസ് ചെയ്യുന്നില്ല, അപ്പൊ ഇങ്ങനെ പോന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് റീഹീറ്റിംഗ് ഉണ്ട്. എനിക്ക് എത്ര വരെ നിർത്തിയെന്ന് അറിയില്ലേ. റീഹീറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അതായത് ഇൻസൈഡ് കണ്ടീഷൻ വരെ അടുത്ത ഹീറ്റിംഗ് വല്ല സ്വാഭാവികമായിട്ട് അത് ഇങ്ങനെയാണല്ലോ ഹീറ്റ് ചെയ്യേണ്ടത്. കുറച്ചെന്താത്തി കൊടുക്കാം. സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് ഹീറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഹ്യൂമിഡിഫയർ എന്ന് പറയുന്നത് പ്രോസസ് എങ്ങനെയാണ്, അഡിയാബാറ്റിക് ഹ്യൂമിഡിഫിക്കേഷനാണ്. അതായത് അവിടെ എന്തുണ്ടല്ലോ, എൻതാൽപ്പിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എങ്ങനെ കിട്ടും, ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ആണ് മാർക്ക് ചെയ്ത്. ഈ 100% ഹ്യൂമിഡിറ്റി കിട്ടിയടിക്കുന്നത് 100% ഹ്യൂമിഡിറ്റി കിട്ടിയടിക്കുന്നത് കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈനിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അതെനിക്ക് കിട്ടുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് ബാക്കി എന്ത് ചെയ്യാൻ പറ്റും,
റബ്ബ് ചെയ്ത് കളയാൻ പറ്റും. ഇതാവശ്യമില്ല, ഞാൻ വെറുതെ വരച്ചത്. അതെനിക്ക് ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചതാണ്. ഇതാണ് എൻ്റെ ഏത് പോയിന്റ്? ഫസ്റ്റ്. അവന് സംഭവം കാണിച്ചരാം. ഫിഗറിൽ പോന്നു. ഫസ്റ്റ് പ്രീ ഹീറ്റിംഗ്. അപ്പം പ്രീ ഹീറ്റിംഗ് ഞാൻ ആദ്യം എങ്ങനെ വരച്ചു? ഇവിടെ തൊട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആക്കിയിട്ട് വരച്ചു. എവിടെയോ ഒരു പോയിന്റ് എത്തും, അതെനിക്ക് അറിയില്ലേ. പക്ഷെ ഹ്യൂമിഡിഫയറിൻ്റെ അകത്ത് എനിക്ക് നടക്കുന്ന പ്രോസസ്സ് അറിയാം. അതെപ്പോഴും നടക്കുക എങ്ങനെയാണ്? ഐസെൻതാൽപിക് എങ്ങനെയാ പോവാ? അഡിയാബാറ്റിക് ഹ്യൂമിഡിഫിക്കേഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത റീഹീറ്ററാണ്, അതായത് അടുത്ത ചൂടാക്കുന്ന സംഭവം. ചൂടാക്കൽ എപ്പോഴും ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യാണ്ടും കുറക്കാണ്ടും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ പോയിന്റ് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ലൈന് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇപ്പം പറഞ്ഞത്. ഇത് എവിടെ വരക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിക്കുക, അത് വരക്കുന്ന മെത്തേഡാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് പ്രീ ഹീറ്റിംഗ് വരച്ചു, നീട്ടി വരച്ചു. എനിക്കറിയില്ല എവിടെയാ നിർത്തേണ്ടതെന്ന്. അറിയാത്തത് കൊണ്ടാണ് ഞാൻ നീട്ടി വരച്ചത്. ആദ്യം ഇന്നത്തോളം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം ഇതുകൊണ്ട് ഇവിടെ ഒരു ഹീറ്റിംഗ് ഉണ്ട്. അത് ഹീറ്റിംഗ് എപ്പോഴും തുടങ്ങുക ഇവിടെ 100% സാച്ചുറേഷൻ ലൈൻ എന്നാണ് എപ്പോഴും തുടങ്ങൽ. അങ്ങനെയാണ്. അപ്പൊ 100% സാച്ചുറേഷൻ ലൈനിൽ നിന്ന് ഇങ്ങനെ ഞാൻ അതും ഹീറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് ഇത് തമ്മിൽ ജോയിൻ ചെയ്യില്ല. എന്തായാലും എനിക്ക് ഈ പോയിന്റ് നിന്നാണ് താഴത്തേക്ക് വരേണ്ടതെന്ന് അറിയാം. കാരണം 100% സാച്ചുറേഷൻ വരെ ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഐസെൻതാൽപിക് ആണ്, എൻതാൽപി കോൺസ്റ്റന്റ് ആണ്. സോ അവിടെ ഞാൻ ഇങ്ങനെ വരച്ചു. അപ്പൊ എനിക്ക് ഇവിടെ ഇന്റർസെക്ഷൻ കിട്ടും. അങ്ങനെ എനിക്ക് ഈ പോയിന്റ് കിട്ടും. ആർക്കും ക്ലിയർ ആവാണ്ടുണ്ട് അവസാനം പറഞ്ഞത്? എന്തെങ്കിലും ചോദിക്കണേ? ഓക്കെ അല്ലേ? സോ എൻ്റെ അടുക്കുള്ള ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻ ഇത്. ഈ ഗ്രാഫ് വരക്കാൻ മാത്രം അറിഞ്ഞാൽ മതി ഇതെങ്ങനെയാ ഇത് വന്നേന്നുള്ളത്. ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് ഇൻസൈഡ് കണ്ടീഷൻ അറിയാം. 35 ഡിഗ്രി സെൽഷ്യസും 20.5 ആണ്. സോ അത് ഏകദേശം വരുന്നത് 21, 22, 22.5 ഏതാണ്ട് ഇവിടെ വരുന്നത്. അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് അതാണ് ഇൻസൈഡ് കണ്ടീഷൻ എന്നും പറഞ്ഞു. നെക്സ്റ്റ് എൻ്റെ അടുത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് റൂം കണ്ടീഷൻ, ഔട്ട്സൈഡ് കണ്ടീഷൻ 10 ഡിഗ്രി സെൽഷ്യസും 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അത് വരിക ഇവിടെയാണ്. അതിനെ ഞാൻ മാർക്ക് ചെയ്തതാണ് ഔട്ട്സൈഡ് കണ്ടീഷൻ ഓ. ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത 6 എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ? ഇവിടെ മാറിപ്പോയതാണ്. ഇൻസൈഡ് കണ്ടീഷൻ ഇവിടെ ഔട്ട്സൈഡ് കണ്ടീഷൻ ഓ മാർക്ക് ചെയ്തു. ഇത് എപ്പോഴും നടക്കുക പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല എന്ന് വിചാരിച്ചോ. ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ വെറുതെ വരക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ നടക്കുക വെച്ചാൽ, എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആദ്യം പ്രീ ഹീറ്റിംഗ് നടക്കും. പ്രീ ഹീറ്റിംഗ് നടന്നതിന് ശേഷം ഇവിടുന്ന് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എപ്പോഴും ഇങ്ങനെ നടക്കുള്ളൂ. അതിങ്ങനെ നടന്ന് എവിടം വരെ എത്തും വെച്ചാൽ ഈ 100% സാച്ചുറേഷൻ ലൈൻ വരെ എത്തും. അവിടെ എത്തിയതിന് ശേഷം അടുത്ത റീഹീറ്റിംഗ് നടക്കുക. അതിങ്ങനെ പോകും. ഓക്കെ, തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെ ഇപ്പൊ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, ഇതിനെ ഞാൻ നീട്ടി വരച്ചു. എനിക്കറിയാം ഇവിടെ എന്തും നടക്കുന്നുണ്ട്, റീഹീറ്റിംഗ് ഇവിടെ നടക്കും. റീഹീറ്റിംഗ് നടക്കുന്നതിന്റെ പ്രത്യേകത വെച്ചാൽ തൊട്ട് മുമ്പിൽ ഇവിടം വരെയാണ് എത്തുക, 100% സാച്ചുറേഷൻ ലൈൻ വരെ. ഇതറിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 100% സാച്ചുറേഷൻ ലൈനിൽ എവിടെയാ പോയി മുട്ടുന്നതെന്ന് അറിയെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ വരക്കാം. ഇങ്ങനെ വരച്ച് ഇത് ക്രോസ് ചെയ്യല്ലോ. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് നിന്നായിരിക്കും ഹ്യൂമിഡിഫിക്കേഷൻ നടന്നിട്ടുണ്ടാവുക. ആ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ്? ഇതാണ് എൻ്റെ ആ പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ യെല്ലോ കളർ ലൈനാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ലൈന്? യെല്ലോ കളറിൽ കാണിക്കുന്ന ലൈനാണ് ഹ്യൂമിഡിഫിക്കേഷൻ. ഇത് റീഹീറ്റിങ്ങും താഴത്തുള്ളത് പ്രീ ഹീറ്റിങ്ങുമാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വന്നു, പ്രീ ഹീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഏതൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് അത്
ഹ്യൂമിഡിഫിക്കേഷൻ നടത്തും. 100% ഹ്യൂമിഡിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇങ്ങോട്ടേക്ക് നടത്തും. അപ്പോ എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രീ ഹീറ്റ് ചെയ്ത എത്രത്തോളം ടെമ്പറേച്ചർ വരെയാണെന്നാണ് എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് എനിക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? പ്രീ ഹീറ്റ് ചെയ്ത പോയിന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ലൈൻ നോക്കിയാൽ പോരെ, താഴത്തേക്ക് എത്ര വരുന്നുണ്ട് നോക്കിയാൽ പോരെ. ഏതാണ്ട് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ ചെയ്യുന്നുണ്ട്? 25, ഇവിടെ 26, 27, 28ന്റെയും പകുതിയാണ് എനിക്ക് ഇവിടെ കിട്ടുകയാണേ. അപ്പോൾ ഒരു 27.5 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഞാൻ പറയുന്നു പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ കഴിഞ്ഞു, കണ്ടുപിടിച്ചു. 27.5 കിട്ടിയത്. നെക്സ്റ്റ് എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താ? ഹ്യൂമിഡിഫയർ എഫിഷ്യൻസി. അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് മാത്രമേ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. ഹ്യൂമിഡിഫയർ അറ്റ് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 90% മാത്രമേ ഹ്യൂമിഡിഫയറിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ? ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സംശയം ഉണ്ടോ നോക്കിക്കോ. എയർ കംസ് ഔട്ട് ഫ്രം ദ ഹ്യൂമിഡിഫയർ അറ്റ് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 90% മാത്രമേ എത്തിയിട്ടുള്ളൂ, 100% എത്തിയിട്ടില്ല. സോ നമ്മൾ ഇതിനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സൂം ചെയ്തുതരാം. അതായത് ഹ്യൂമിഡിഫയറിന് ഇവിടം വരെ മുട്ടിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? 90% എന്ന് പറയുമ്പോൾ ഇതാണ് പോയിന്റ്. ഏത്? ഈ പോയിന്റാണ് 90%. ഇതാണ് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എവിടം വരെ എത്തിയിട്ടില്ല? സാധാരണ അവിടം വരെ എത്തേണ്ടതായിരുന്നു. ഇത്രയും ഭാഗം മൈനസ് ആയിട്ടാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ എത്തണമായിരുന്നു. ലോജിക്ക് മനസ്സിലായ? ഇവിടം വരെ എത്തേണ്ട സാധനമായിരുന്നു, ഇവിടം വരെ എത്തിയിട്ടില്ല. ഹ്യൂമിഡിഫയറിനെ കൊണ്ട് അത്രയും എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ഹ്യൂമിഡിഫയർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഹ്യൂമിഡിഫയർ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഇനി ഹ്യൂമിഡിറ്റി ആഡ് ചെയ്ത സ്ഥലം നോക്കുക. ശരിക്കും നടക്കണമെങ്കിൽ എവിടെ തൊട്ട് എവിടം വരെ ആയിരുന്നു നടക്കേണ്ടത് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഹ്യൂമിഡിറ്റി ഒമേഗ കിട്ടുമല്ലോ. ഒമേഗ എത്രയാണ് അവിടുത്തെ? അതേപോലെ തന്നെ ഇവിടുത്തെ ഒമേഗ കിട്ടുമല്ലോ. സ്റ്റാർട്ടിങ് പോയിന്റിലുള്ള ഇവിടുത്തെ ഒമേഗ ഇവിടുന്ന് കിട്ടും. അതാണ് ശരിക്കും നടക്കേണ്ടത്. ഓക്കെ. പക്ഷെ നടന്നത് എവിടെ തൊട്ട് എവിടം വരെയാണ്? അവിടെ തൊട്ട് ഇവിടം വരെയുള്ളൂ ഈ ഒമേഗ. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂം ഔട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒമേഗ ഒക്കെ എടുത്ത് എഴുതാൻ വേണ്ടി പോവാം. ഇവിടുത്തെ ഒമേഗ ഇവിടെയുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ഒമേഗ എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടെയാണ്. അടുത്ത ഒമേഗ എന്ന് പറയുന്നത് ഇവിടെയാണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴും എന്താന്ന് 1-നേക്കാട്ടിയും ചെറിയ വാല്യൂ. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു ഒമേഗ 1 ആണെന്ന് വിചാരിക്കും. ഫസ്റ്റ് ഞാൻ വരച്ചത് ഒമേഗ 1 ആണെന്ന് വിചാരിക്കും. ഇത് ഒമേഗ 2 ആണെന്ന് വിചാരിക്കും. ഒമേഗ 3 ആണെന്ന് വിചാരിക്കും. എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്. ചെറുത് ഡിവൈഡ് ബൈ വലുത്. അതായത് നടന്ന കാര്യം ഒമേഗ 2 മൈനസ് ഒമേഗ 1 ആണ് നടന്നിട്ടുള്ളൂ. ശരിക്കും നടക്കേണ്ടത് ഒമേഗ 3 മൈനസ് ഒമേഗ 1. അത്രയും ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യണമായിരുന്നു. അപ്പം എല്ലാത്തിൻ്റെയും വാല്യൂ എടുത്ത് എഴുതുക. ഒമേഗ 2 എത്രയുണ്ട്, ഒമേഗ 1 എത്രയുണ്ട്, ഒമേഗ 3 എത്രയുണ്ട് എന്ന് എഴുതുക. അത് കണ്ടുപിടിക്കുക. ഇതായിരിക്കും എഫിഷ്യൻസി ഓഫ് ഹ്യൂമിഡിഫയർ. ചെയ്തോ. ഒമേഗ 1 ഒമേഗ 2 ഒക്കെ എത്ര കിട്ടുന്നുണ്ട്? ഈ ഒമേഗന്റെ വാല്യൂ വരുന്നത് 0. ഓരോ ഡിജിറ്റ് എന്ന് വെച്ചാൽ 0.00
0.4 ആണ്. ഒരു പോയിന്റ് എന്ന് വെച്ചാൽ 0.0004 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് നോക്കിയതാണ്. ഒരു സ്കെയിൽ വരുന്നത് 0.0004. ഇതാണ് ഒരു സ്കെയിലിന്റെ റീഡിങ് വരുന്നത്. അപ്പൊ ആ സ്കെയിലിന്റെ റീഡിങ് എടുക്കുക, കണ്ടുപിടിക്കുക. അതും കൂടി കഴിഞ്ഞാൽ സാധനം കഴിഞ്ഞു. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനെ വരുള്ളൂ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ. ഇവിടെ മാത്രമല്ല, ഇപ്പുറം നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണേ. റഫായിട്ടൊരു ഗ്രാഫ് വരയ്ക്കുക. ഔട്ട് സൈഡ് ഇൻസൈഡ് ഒക്കെ മാർക്ക് ചെയ്യാം. ഇവിടെ ആയിരുന്നു വാല്യൂസ് എന്താന്ന് എഴുതുക. ഒമേഗ ഔട്ട് സൈഡ് ഇൻസൈഡ് ക്രോസ് നടക്കുന്നത് ഇവിടം വരെ, പിന്നെ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡോട്ടഡ് ലൈൻ സെറ്റ് എടുക്കുക. ഇവിടെ 90% ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിട്ടുണ്ട്. പക്ഷെ റൈറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ തന്നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ വരുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ഡിവിറ്റിയും ഔട്ട് സൈഡ് കണ്ടീഷൻ 90% ആയിരുന്നു. 10 ഡിഗ്രി സെൽഷ്യസ് ഡിവിറ്റി ആൻഡ് 90% റിലേറ്റീവ്. ഇവിടെ ഇൻസൈഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ 35 ഡിഗ്രി സെൽഷ്യസ് ഡിവിറ്റിയും അതവിടെ ഒരു താഴത്തേക്ക് 22.5 ഡിഗ്രി സെൽഷ്യസ് WBT. ഫിഗർ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക റഫായിട്ട്. കംപ്ലീറ്റ് ചെയ്തു. ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ 6ാമത്തെ മൊഡ്യൂളിന്റെ അസൈൻമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അവിടത്തേക്ക് അത് ഇട്ട് കൊടുക്കുക.
സമയം കളയാണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ നോക്ക്. അസൈൻ നമ്പർ 6 ആയിട്ട് ഞാൻ ഇടുന്നുണ്ടേ.
പ്രകാരം അസൈൻമെന്റ് നമ്പർ 6 ഉണ്ട്, ആൻസർ ഓൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് അത് അപ്ലോഡ് ചെയ്യാം.